നേപ്പാളിൽ പ്രളയവും മണ്ണിടിച്ചിലും വ്യാപക നാശം, മരണം 51 കടന്നു. സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്രം കവർന്നെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് മന്ത്രി VN വാസവൻ. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. ഹിമാലയൻ മേഖലയിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലും പ്രളയക്കെടുതി രൂക്ഷമാകുന്നു. നേപ്പാളിൽ 51 പേർ മരിക്കുകയും 9 പേരെ കാണാതാവുകയും ചെയ്തു. വടക്കൻ ബംഗാളിലെ ഡാർജിലിംഗിലാണ് ഏറ്റവും രൂക്ഷമായ സാഹചര്യം. ഡാർജിലിംഗിൽ മണ്ണിടിച്ചിലിൽ മരിച്ചവരുടെ എണ്ണം 18 ആയി. മീരിക്, സുഖിയ, പൊഹാരിയ എന്നിവിടങ്ങളിൽ മാത്രം 14 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. നിരവധി പേരെ കാണാതായതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മണ്ണിടിച്ചിലിനെ തുടർന്ന് പശ്ചിമ ബംഗാളിനും സിക്കിമിനും ഇടയിലുള്ള റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വടക്കൻ ബംഗാൾ, സിക്കിം, മേഘാലയ എന്നിവിടങ്ങളിൽ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം റെഡ് അലേർട്ടും ബീഹാർ, ജമ്മു കാശ്മീർ, പഞ്ചാബ്, ഹിമാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചു. 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയ ജൂറിയുടെ ചെയർപേഴ്സണായി നടനും സംവിധായകനും ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവുമായ പ്രകാശ് രാജിനെ സർക്കാർ നിയമിച്ചു. സംവിധായകരായ രഞ്ജൻ പ്രമോദ്, ജിബു ജേക്കബ് എന്നിവർ പ്രാഥമിക വിധി നിർണയ സമിതിയിലെ 2 സബ് കമ്മിറ്റികളുടെ ചെയർപേഴ്സൺമാരായിരിക്കും. ഇരുവരും അന്തിമ വിധി നിർണയ സമിതിയിലെ അംഗങ്ങളുമാണ്. ഇവർക്ക് പുറമെ അന്തിമ വിധി നിർണയ സമിതിയിൽ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ഗായത്രി അശോകൻ, സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ നിതിൻ ലൂക്കോസ്, തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ സന്തോഷ് ഇച്ച്കാനം എന്നിവരും അംഗങ്ങളായിരിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നവംബർ 22 മുൻപ് നടക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ അറിയിച്ചു. ബീഹാർ നിയമസഭയുടെ കാലാവധി 2025 നവംബർ 22 അവസാനിക്കുമെന്നും അതിനു മുൻപ് തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. SIR മികച്ച രീതിയിൽ പൂർത്തിയായെന്നും സംസ്ഥാനം തെരഞ്ഞെടുപ്പിന് സജ്ജമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം വോട്ടർ പട്ടികയിൽ നിന്നും 3.66 ലക്ഷം പേരെ ഒഴിവാക്കിയത് വെട്ടിമാറ്റലല്ല, മറിച്ച് ശുദ്ധീകരണമാണ് ണെന്ന് കമ്മീഷണർ പറഞ്ഞു. വോട്ടർ പട്ടിക ശുദ്ധീകരണം കമ്മീഷന്റെ കടമയാണെന്നും ആളുകളെ ഒഴിവാക്കിയത് അർഹതയില്ലാത്തതിനാലാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ബീഹാറിലെ 243 മണ്ഡലങ്ങളിലേക്ക് 2 ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് നടക്കുമെന്നാണ് സൂചന. സംസ്ഥാനങ്ങളുടെ അധികാരം കേന്ദ്ര സർക്കാർ കവർന്നെടുക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് മന്ത്രി VN വാസവൻ പറഞ്ഞു. സഹകരണ നയത്തിലൂടെ ഇത്തരമൊരു ശ്രമം നടത്തുന്നത് സുപ്രീം കോടതിയുടെ ഉത്തരവിനും വിരുദ്ധമാണ്. കേന്ദ്ര സഹകരണ നയം സഹകരണ മേഖലയ്ക്ക് വെല്ലുവിളിയോ എന്ന വിഷയത്തിൽ കേരള കോഓപ്പറേറ്റീവ് എംപ്ലോയീസ് യൂണിയൻ സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ദേശീയ സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഉത്തരാഖണ്ഡിൽ കാണാതായ മാധ്യമ പ്രവർത്തകനെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. രാജീവ് പ്രതാപാണ് മരിച്ചത്. ദില്ലി ഉത്തരാഖണ്ഡ് ലൈവ് എന്ന യൂട്യൂബ് ചാനലിലൂടെ വാർത്തകൾ പുറത്തെത്തിച്ചിരുന്ന മാധ്യമ പ്രവർത്തകനാണ് മരിച്ചത്. ഉത്തരകാശി ജില്ലാ ആശുപത്രിയുമായി ബന്ധപ്പെട്ട് രാജീവ് പുറത്തു കൊണ്ടുവന്ന വാർത്തകളെ തുടർന്ന് അദ്ദേഹത്തിന് വധഭീഷണി ഉണ്ടായിരുന്നുവെന്നും മരണത്തിൽ ദുരൂഹതയുണ്ടെന്നും ആരോപിച്ച് കുടുംബം രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ കുടുംബത്തിന്റെ ആരോപണം പൂർണ്ണമായും പോലീസ് തള്ളി. മദ്യപിച്ച് വാഹനം ഓടിച്ചുണ്ടായ അപകടമാണ് മരണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. രാജ്യത്തെ കഫ് സിറപ്പ് മരണങ്ങളിൽ സ്ഥിതിഗതികൾ വിലയിരുത്താൻ സംസ്ഥാനങ്ങളുടെ യോഗം വിളിച്ച് കേന്ദ്ര സർക്കാർ. കഫ് സിറപ്പ് കുടിച്ച 17 കുട്ടികളാണ് രാജ്യത്ത് മരിച്ചത്. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഓൺലൈനായി ചേരുന്ന യോഗത്തിൽ സംസ്ഥാന ആരോഗ്യ സെക്രട്ടറിമാർ പങ്കെടുക്കും. കരൂർ ദുരന്തത്തിൽ TVK ജനറൽ സെക്രട്ടറി ബൂസി ആനന്ദും ജോയിന്റ് ജനറൽ സെക്രട്ടറി നിർമ്മൽ കുമാറും സുപ്രീം കോടതിയിൽ. മുൻകൂർ ജാമ്യം തേടിയാണ് ഇരുവരും സുപ്രീം കോടതിയെ സമീപിച്ചത്. കഴിഞ്ഞ ദിവസം മദ്രാസ് ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. നാളെ ഹർജി പരിഗണിക്കും. നേപ്പാളിൽ ആരംഭിച്ച ജൻസി പ്രക്ഷോഭത്തെക്കുറിച്ച് സൂക്ഷ്മമായി പഠിക്കാനൊരുങ്ങി ഡൽഹി പോലീസ്. ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൽച്ചയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. അടിയന്തര സാഹചര്യമുണ്ടായാൽ നേരിടാൻ പദ്ധതി തയ്യാറാക്കാനും നിർദ്ദേശം നൽകി. സമീപകാലത്ത് നേപ്പാൾ, ശ്രീലങ്ക, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ ഉണ്ടായ സമാന സ്വഭാവമുള്ള പ്രതിഷേധങ്ങളാണ് ഇതുമെന്ന വിലയിരുത്തലിലാണ് പോലീസ്. തലസ്ഥാനം കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള പുതിയ തലമുറ സമരങ്ങളുടെ സാധ്യത മുൻനിർത്തിക്കൊണ്ടാണ് അത് എങ്ങനെ നേരിടണമെന്നത് മായി ബന്ധപ്പെട്ട വിശദമായി പഠിക്കാനുള്ള തീരുമാനം ഡൽഹി പോലീസ് കൈക്കൊണ്ടത്.
പലസ്തീൻ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കിയ നടൻ ഷെയ്ൻ നിഗത്തിനെതിരെ കടുത്ത സൈബർ ആക്രമണം. സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളാണ് ഷെയ്നിന്റെ മതത്തെ മുൻനിർത്തി ആക്രമണം നടത്തുന്നത്. ഇതിന്റെ തുടർച്ചയെന്നോണം ഷെയ്ൻ നിഗം നായകനായ പുതിയ സിനിമയായ ബൾട്ടിയുടെ പോസ്റ്ററുകൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി നശിപ്പിച്ചു. സംഭവത്തിൽ പ്രതിഷേധവുമായി ചിത്രത്തിന്റെ നിർമ്മാതാവ് സന്തോഷ് ടി കുരുവിള രംഗത്തെത്തി. ഇത് കടുത്ത അസഹിഷ്ണുതയാണെന്നും ഷെയ്ൻ നിഗം എന്ന മികച്ച യുവനടൻ എന്തിനാണ് ഇത്രയധികം ലക്ഷ്യമിടപ്പെടുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചു. സാങ്കേതിക തകരാറിനെ തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തി എയർ ഇന്ത്യ വിമാനം. അമൃത്സറിൽ നിന്ന് ബർമിംഗ്ഹാമിലേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനമാണ് സാങ്കേതിക തകരാറിനെ തുടർന്ന് ബർമിംഗ്ഹാമിൽ അടിയന്തര ലാൻഡിംഗ് നടത്തിയത്. ലാൻഡ് ചെയ്യുന്നതിന് തൊട്ടു മുൻപ് റാം എയർ ടർബൻ പുറത്തു വന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. തുടർന്ന് അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും വിമാനത്തിൽ കൂടുതൽ പരിശോധന നടത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. ജനയുഗം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക.